Praise God, praise God, praise God. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്കായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. Praise God. ദൈവത്തിന് എന്താ ചെയ്യുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതത്തെ എടുത്ത് ഒരു അതിശയമാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരപ്രവൃത്തികൾ. This is the power of God's transformation. രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരപ്രവൃത്തിയാണ്. യേശുവേ, നാം നിൽക്കുന്ന അന്തരീക്ഷം സ്വർഗം ചാഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ദൈവമഹത്വത്തിന്റെ ഒരു പ്രതലമാണ്. 2025 ആദ്യത്തെ ഈ സൺഡേ സർവീസിൽ സ്വർഗം നമ്മുടെ മധ്യത്തിൽ തുറന്നിരിക്കുക. ആ കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി അടഞ്ഞു കിടക്കുന്ന സകലത്തെയും തുറക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യവും അഭിഷേകവും എവിടെങ്കിലും നിങ്ങൾ അടഞ്ഞു കിടക്കുവാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ നോക്കി കൽപ്പിക്കുന്നു. I declare and decree that you will begin to experience the open heavens. തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ കൽപ്പിക്കുന്നു, പ്രവചിക്കുന്നു. വലിയ ഒരു വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ നിൽക്കുന്ന പോലെ ഒരു ദൈവിക ദർശനം ദൈവം വെളിപ്പെടുത്തുകയാണ്. വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നിങ്ങളെ ദൈവത്തിന്റെ നന്മ കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ, നിറയ്ക്കുവാൻ, മറക്കുവാനാകാത്തൊരു പകൽക്കാലമായി, ഒരു ചരിത്ര വർഷമായി, a history making year. God is wanting to lift someone here. നിങ്ങളുടെ ലെവലുകളെ മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മാറ്റുവാൻ, നിങ്ങളായിരിക്കുന്ന ആ തലത്തിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ച് ഒന്ന് ഉയർത്തുവാൻ സ്വർഗം നിങ്ങളുടെ മേൽ തുറന്നിരിക്കുക. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ യേശുവിൻ നാമത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ദൈവ പ്രവൃത്തികളുടെ ഒരു വർഷമായി മാറുകയാണ്. Praise God. അക്കാലം പഠിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. Hallelujah. Praise God. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ നിറഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം. Hallelujah. And praise God. ദിലീപിന്റെ സാക്ഷ്യം. Amen. ഞാൻ ഓർക്കുമായിരുന്നു, ആദ്യം എൻ്റെ ഓഫീസിലോട്ട് വന്നിരുന്നപ്പോൾ മുഖം എല്ലാം വാടി, നിരാശപ്പെട്ട്, ഉറങ്ങുവാൻ കഴിയാതെ ഡിപ്രഷനിലായിരുന്ന ഒരു ദിലീപിനെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ, നീ നിരന്തരമായി ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ, സഭായോഗങ്ങളിൽ വന്നാൽ നീ ഒരു ചരിത്രമായി തീരും. ഹല്ലേലൂയ. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, വിഷയങ്ങൾ മാറും, പ്രശ്നങ്ങൾ മാറും എന്ന് മാത്രമല്ല, നീ അനേകരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ദൈവത്തിന്റെ പാത്രമായി മാറും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണ്? എന്തിനാണ് ദൈവം നിന്നെ വിളിച്ചത്? എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ ജീവിതത്തെ നീ അതിനുവേണ്ടി സമർപ്പിച്ചാൽ ആർക്കും ഉയർത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ, ആർക്കും അനുഗ്രഹിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ, ആർക്കും മാനിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് കേട്ടത് വെറും ഒരു സാക്ഷ്യമല്ല, അത് ദൈവം കൊണ്ടുവരുന്ന രൂപാന്തരത്തിന്റെ ഒരു ടെസ്റ്റിമണിയാണ്. This is a testimony of God's transformative power. പുറമേ ഉള്ള ഒരു രൂപാന്തരമല്ല, ഒരു സൗഖ്യം കിട്ടി, ഒരു വിടുതൽ കിട്ടി. No, it's a transformation of heart. ഹൃദയത്തിന്റെ ഒരു രൂപാന്തരം. ഹല്ലേലൂയ. Praise God. Amen. ALFC സഭയുടെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ ഒരു അവിശ്വാസിയായി വന്നാൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഒരു വിശ്വാസിയാക്കി മാറ്റും. നിങ്ങൾ വിശ്വാസിയായി വന്നാൽ നിങ്ങളെ ശിഷ്യത്വത്തിന്റെ പാതയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങളൊന്ന് ഏൽപ്പിച്ചു തന്നാൽ പിന്നെ നിങ്ങൾ വിശ്വാസികളായിട്ടല്ല, നിങ്ങൾ ശിഷ്യന്മാരാക്കി നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്ന, നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ, നയിക്കുവാൻ, ഹല്ലേലൂയ, അങ്ങനെ ഒരു പ്രക്രിയയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നാക്കും. നിങ്ങൾ ശിഷ്യത്വത്തിൽ നല്ല രീതിയിൽ വിളങ്ങിയാൽ പിന്നെ ശിഷ്യത്വത്തിൽ നിന്ന് ഒരു ശുശ്രൂഷകനായി, ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു ഉപകരണമായി, ഒരു പാത്രമായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന. പൂച്ചകളായി നിങ്ങൾ ഇവിടെ വന്നാൽ പതുങ്ങിയിരുന്ന്, പേടിച്ച്, ഭയപ്പെട്ട്, നിരാശപ്പെട്ട്, തല ഉയർത്തുവാൻ കഴിയാത്തൊരു വ്യക്തിയായി നിങ്ങൾ ഇവിടെ വന്നാൽ, നിങ്ങൾ ഇവിടെ നിരന്തരമായി വന്നു കഴിഞ്ഞാൽ പൂച്ചകളെ, നീ ബാക്കി നിങ്ങൾ പറഞ്ഞാട്ടെ, സിംഹങ്ങളാക്കി. എല്ലാത്തിനും കരയാനേ അറിയത്തുള്ളൂ. കരയാനും, നിരാശപ്പെടാനും, പരാതി പറയാനും, അവിശ്വാസം സംസാരിക്കാൻ. ഇവിടെ കുറച്ചു കാലം വന്നു കഴിഞ്ഞാൽ പൂച്ചകളെ സിംഹമാക്കി മാറ്റുന്ന ഒരു ദൈവ പ്രവൃത്തിയും രൂപാന്തരം ഇവിടെ നടക്കും. നിങ്ങൾ കൈകെട്ടി കുനിഞ്ഞായിരിക്കാം ഈ സഭയിലേക്ക് കയറി വന്നത്, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ എങ്ങനെയാണ് യഥാർത്ഥമായി ആരാധിക്കുന്നത്. നിങ്ങൾ പിശുക്കരായിട്ടായിരിക്കാം ഇവിടെ വന്നത്. ദൈവവേലയ്ക്കും ദൈവജനത്തിനും മറ്റുള്ളവർക്കും കൊടുക്കുവാൻ കഴിയാതെ, സ്തോത്രം, ഇവിടെ വരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ കൊടുക്കുവാൻ, നിങ്ങളുടെ പൈസ കൊടുക്കുന്ന മാത്രമല്ല, നിങ്ങളുടെ ജീവിതം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ, നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ. So welcome to the arena where lives are changed and you become a transformed person. രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി ആയാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. Only if you are transformed can you transform others. So the calling is to be transformed so that you can transform.
അതുകൊണ്ട് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ സ്തോത്രം ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരണ്ട ആ രൂപാന്തരത്തെ, the transformation of the heart, the transformation of the mind. Hallelujah. Amen. ഇന്ന് 2025 വീണ്ടും ദൈവത്തിന്റെ ആ ശബ്ദം നമ്മളിലേക്ക് വരികയാണ്. 38 വർഷം നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ വേസ്റ്റ് ആക്കി പോയെങ്കിൽ ഇന്ന് വീണ്ടും ഒരു ദൈവശബ്ദം നിങ്ങളിലേക്ക് വരികയാണ്. A fresh word from heaven. നമ്മുടെ അവസ്ഥകളിൽ, നമ്മുടെ കുഴികളിൽ, നമ്മുടെ വിഷയങ്ങളിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നീ ഒന്ന് എഴുന്നേൽക്കാമോ? 2025 ആരംഭ ഈ ദിവസത്തിൽ തന്നെ ഹല്ലേലൂയ, നമ്മുടെ മേൽ ദൈവത്തിന്റെ വലിയ ഒരു വിളിയാണ്. നമ്മുടെ കുഴികളിൽ നിന്ന് നീ നമ്മളെ കൈപിടിച്ച് പുറത്തേക്ക് എടുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. ദൈവമക്കൾ, പ്രായവും പക്വതയുമായ ദൈവത്തിന്റെ മക്കൾ, നീ ആരെങ്കിലും വന്ന് പിടിക്കാൻ താങ്ങുവാൻ നിൽക്കരുതേ. 2025 ദൈവത്തിന്റെ വലിയ പ്രവർത്തികളുടെ, this is the year of even greater works. അതിലേക്കൊക്കെ ഒരു റോക്കറ്റ് പൊങ്ങുന്ന പോലെ നിങ്ങൾക്ക് പൊങ്ങണമെങ്കിൽ you must arise. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നോക്കി നിങ്ങളും എഴുന്നേൽക്കുവാൻ. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തോട് നിങ്ങളൊന്ന് പ്രതികരിക്കുവാൻ, എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ 38 വർഷത്തിന്റെ ആ നുകത്തെ, ആ ബന്ധനത്തെ, ആ അടിമത്വത്തെ, ആ തടസ്സപ്പെടുത്തിയ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടക്കുകയാണ്. 2024 നിങ്ങളുടെ മേൽ വന്ന ആ നുകം, നിങ്ങളെ തളർത്തിയ ആ നുകം, നിങ്ങളെ തടഞ്ഞ ആ പ്രതിസന്ധി, ആ വിഷയം, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോട് നിങ്ങളൊന്ന് പറ, ഞാൻ എഴുന്നേൽക്കുകയാണ്, എന്റെ പ്രതിസന്ധികളെ ഞാൻ മുറിക്കുകയാണ്, ഞാൻ അതിന്റെ മേൽ ചാടി കയറുകയാണ്, ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കുകയാണ്. I will arise and shine. Amen. Hallelujah. Praise God. Praise God. Praise God. 2025 പ്രവചന വാഗ്ദത്തം, prophetic promise നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. This is the year of even greater works. Hallelujah. യേശു പറഞ്ഞതുപോലെ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തികളുടെ ഒരു വർഷമാണ്. This is the year of even greater works. Hallelujah. അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ തന്നെ I declare and decree, looking into your life, into your family, into everything that you touch, that you will begin to experience the greater, the even greater works and the dimensions of God. 2025 ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നിങ്ങളുടെ കുടുംബത്തിൽ, മക്കളിൽ, നിങ്ങൾ തൊടുന്ന നിങ്ങളുടെ ശുശ്രൂഷകളിൽ ഞാൻ നോക്കി കൽപ്പിക്കുക, പ്രവചിക്കുക, 2025 that the even greater works and the dimensions of God will be your portion. അത് നിങ്ങളുടെ അവകാശമായി, നിങ്ങളുടെ അനുഭവമായി, ഈ വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യമായി, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, the even greater dimensions of God. Hallelujah. Amen. ഈ ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ചില വെളിപ്പാടുകളൊന്ന് പകരുവാൻ, ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ, സത്യങ്ങളിൽ അതിനെ ഒന്ന് ആങ്കർ ചെയ്യുവാൻ, ഈ ദൈവം വെച്ചിരിക്കുന്ന ഈ വലിയ പ്രവർത്തികളിലേക്ക്, ഈവൻ ഗ്രേറ്റർ വർക്ക്സിലേക്ക് എങ്ങനെ നമുക്ക് നടന്നു കയറുവാൻ കഴിയും? ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും ആദ്യം ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം തന്റെ വചനത്തെ, പ്രവചന ദൂതനെ അയക്കും. God will first send his word. ആദ്യം ദൈവം എന്ത് ചെയ്യുക? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, യെരമ്യാവേ ഞാൻ നിന്നെ കണ്ടതാ, ജാതികൾക്ക് ഞാൻ നിന്നെ ഒരു പ്രവാചകനാക്കുവാൻ ഞാൻ പദ്ധതിയിട്ടു, ഞാൻ അതിനുവേണ്ടി നിന്നെ വേർതിരിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ആലോചനകൾ, ദൂതുകൾ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതിനെ ആദ്യം ദൈവം റിലീസ് ചെയ്യും. ആ വചനം വരുമ്പോൾ ദൈവത്തിന്റെ പ്ലാൻ, ദൈവം എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതി, അത് വ്യക്തമായി, അത് വെളിപ്പെട്ട് കിട്ടി. അതുകൊണ്ട് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ദൈവത്തിന്റെ പർപ്പസും വെളിപ്പെട്ടതുകൊണ്ട് അത് നടക്കണമെന്നില്ല. ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്തു, പദ്ധതി ഇട്ടു, അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ഇല്ല. നമുക്കതിനെ താമസിപ്പിക്കാം. ദൈവം തന്റെ വചനത്തിന്മേൽ ജാഗരിക്കുന്നു, അത് നിവർത്തിക്കണമെന്നാണ് അപ്പന്റെ ആഗ്രഹം. പക്ഷെ അതിന് നമ്മുടെ ഒരു ഒരുക്കം, ആ വചനത്തോട് നമ്മുടെ ഒരു പ്രതികരണം. Hallelujah. So God will first send the word and then he will reveal to us his ways. When someone is willing to obey and yield to his ways, then his word becomes a reality in their life. ദൈവത്തിന്റെ വഴികളാണ്. വചനം വാഗ്ദത്തം വരും. ആ വചനമായ വാഗ്ദത്തത്തോട് നാം പ്രതികരിച്ച്, നാം അതിനെ അനുസരിച്ച്, നാം അത് വിശ്വസിച്ച് അതിൽ നടക്കുവാൻ തുടങ്ങുമ്പോൾ ആ പ്രവചനം, ആ വാഗ്ദത്തം അത് നിവൃത്തിയാകും. That's how a promise of God, a prophetic word of God becomes fulfilled in our life. അതുകൊണ്ട് 2025 ആരംഭ സമയങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ദൈവസഭയ്ക്ക് ഒരു പ്രവചന വാഗ്ദത്തം തരുമ്പോൾ അത് നമുക്കും നമ്മുടെ ശുശ്രൂഷകൾക്കും 12-13 സംസ്ഥാനങ്ങളിൽ പടർന്നു കിടക്കുന്ന ALFCയുടെ സഭകൾക്കും ശുശ്രൂഷകർക്കും ചർച്ചകൾക്കും മിനിസ്ട്രി മൂവ്മെന്റിന് മാത്രമല്ല, ഇത് നമ്മുടെ വായിൽ ദൈവം തരുന്ന ഒരു പ്രൊഫറ്റിക് പ്രോമിസ് ആണ്. ഹല്ലേലൂയ. നാം എവിടെ പോയാലും നാം ദൈവത്തിന്റെ വായായി ആ പ്രവചന ശബ്ദത്തെ തുറന്നു വിടുവാൻ, നിങ്ങൾ ഇതുവരെ കണ്ട ദൈവ പ്രവർത്തികളെക്കാൾ അടുത്തൊരു തലം, അതിനേക്കാൾ മേന്മേറിയ ഒരു തലം, an even greater work of God നിങ്ങൾ പ്രവചിക്കുക, നിങ്ങൾ അതിനെ തുറന്നു വിടുക. ഹല്ലേലൂയ. നിങ്ങൾ പ്രവചിക്കും തോറും ഞാൻ ഓർക്കുക, ഹല്ലേലൂയ, ഏകദേശം ഒരു 100 പ്രാവശ്യമെങ്കിലും കുറയാതെ എന്നിലേക്ക് ദൈവം വെളിപ്പെടുത്തിയ ഈ വചനം
നമ്മുടെ ഒത്തിരി മക്കളും ഒത്തിരി സ്പോൺസേഴ്സും ഒത്തിരി പാർട്ട്നേഴ്സും പല സ്ഥലങ്ങളിലുണ്ടല്ലോ. ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അവർക്കെല്ലാം നന്ദി പറഞ്ഞ്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ALFCയോട് കൂടെ നിങ്ങൾ നിന്നു, ഈ ദർശനത്തോട് കൂടെ നിന്നു, പാസ്റ്റർജിനോട് കൂടെ നിങ്ങൾ നിന്നു, ഈ ശുശ്രൂഷകളോട് നിങ്ങൾ നിന്നു. കേരളത്തിലും ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ ശുശ്രൂഷകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, പ്രാർത്ഥിക്കുന്നു. അതിനായിട്ടൊക്കെ നന്ദി. 2025 ദൈവത്തിന്റെ പ്രവചന വാഗ്ദത്തമാണ്. I declare and decree over your life, over your family, over your ministry. നിങ്ങൾ തൊടുന്ന സകലത്തിന്മേലും എന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ആ പ്രവചന ദൂതിനെ, വാഗ്ദത്തത്തെ I release it. നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങൾ അത് സ്വീകരിച്ച് ദൈവത്തിന്റെ വായായി ഭൂമിയിൽ, ദേശങ്ങളിൽ അത് തുറന്നു വിടുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് ഈ പ്രവചന വാഗ്ദത്തം യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ ഭാഗം കിടക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 12-ാം വാക്യം. നമുക്കറിയാവുന്ന പോലെ 14, 15, 16, 17, ജോൺ ചാപ്റ്റർ 14, 15, 16, 17 ഇത് കർത്താവിന്റെ ഫെയർവെൽ മെസ്സേജ് ആണ്. 13-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ എല്ലാം ഒരു മാളിക മുറിയിൽ കൂടി കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകി ഒരു അന്ത്യ അത്താഴം, ലാസ്റ്റ് സപ്പർ കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് പിതാവ് വച്ചിരിക്കുന്ന ആ ദൗത്യത്തെ നിർവഹിക്കുവാൻ കാൽവറി ക്രൂശിലേക്ക് പോയി തന്റെ ജീവിതം ഒരു യാഗമായി സമർപ്പിച്ച് പിതാവിന്റെ അടുക്കലേക്ക് പോകുവാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. This is called the upper room discourse. John chapter 14 to 17. അപ്പോൾ ഈ ഭാഗങ്ങളിൽ 14 തൊട്ട് 17 വരെയുള്ള ഭാഗങ്ങളിൽ യേശുവിന്റെ, കർത്താവിന്റെ ഫെയർവെൽ മെസ്സേജ് എന്താണ്? അവസാനത്തെ മെസ്സേജ് ആണ്. ശിഷ്യന്മാരെ വിളിക്കുന്നു, അവരുടെ കാലുകൾ കഴിയുന്നു. അപ്പോഴും അവർ ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. ആരാ വലുത്, ആരാ ചെറുത്, ഞാൻ കാല് കഴിയത്തില്ല, ഞാനത് ചെയ്തില്ല, നീ അത് ചെയ്താൽ മതി എന്നുള്ള മനോഭാവത്തിന്റെ മധ്യത്തിൽ റബിയായിരിക്കുന്ന യേശു, അവരുടെ ഉപദേഷ്ടാവായിരിക്കുന്ന, ടീച്ചറായിരിക്കുന്ന, ഗുരുവായിരിക്കുന്ന യേശു ഒരു വേലക്കാരന്റെ, ഒരു സെർവന്റിന്റെ വസ്ത്രമിട്ട് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി അവസാനമായി അവരോട് സംസാരിക്കുന്ന ഒരു മെസ്സേജ് ആണ് the farewell message. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വായിക്കാം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. Truly, truly I say to you, അവസാനമായി കർത്താവ് തന്റെ ശിഷ്യന്മാരെ റെഡിയാക്കുക, തയ്യാറാക്കുക. ഞാൻ എന്റെ ദൗത്യം നിർവഹിച്ച് ഞാൻ എന്റെ അപ്പന്റെ അടുക്കലേക്ക് ഞാൻ പോകും. അത് കഴിഞ്ഞ് നിങ്ങളാണ് എന്റെ അപ്പന്റെ ഉത്തരവാദിത്തം ഭൂമിയിൽ നിവർത്തിക്കേണ്ടത്. കർത്താവിനോട് പറയുക, keep it in translation, I tell you this timeless truth, the person who follows me in faith, believing in me, will do the same mighty miracles that I do, even greater miracles than these, because I go to be with my Father. കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ, തന്റെ സഭയെ അവരുടെ കയ്യിൽ പരിമേൽപ്പിച്ച് കർത്താവ് പോകുക. മക്കളെ, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. പിന്നെ യേശു പറയുക, എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഗുരുവായി, നാഥനായി 3 വർഷക്കാലം നിങ്ങളെ പഠിപ്പിച്ചു, ഉപദേശിച്ചു. എന്നിലൂടെ വലിയ ദൈവപ്രവൃത്തികൾ നടന്നു, നിങ്ങളത് കണ്ടു, സാക്ഷീകരിച്ചു. നമ്മളൊരു ടീമായി പ്രവർത്തിച്ചു. എങ്കിലും എന്റെ പോകാനുള്ള സമയം ആയി. ക്രൂശിലേക്ക് ഞാൻ അടുക്കുക. എന്റെ അപ്പന്റെ ഹിതം നിവർത്തിച്ച് എനിക്ക് പോകുവാനുള്ള സമയമായി. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. Let not your heart be troubled. Believe in God, believe in me. And I go to my father's house. In my father's house are many mansions. If it were not so, I would have told you. I go to prepare a place for you. കർത്താവ് പറയുക, ഞാൻ പോകുകയാണ്, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുകയാണ്, നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പീഡനങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. ഞാൻ ക്രൂശിലേക്ക് പോകും, ഞാൻ ഒറ്റപ്പെടും, ക്രൂശിൽ എന്റെ ജീവിതം യാഗമാവും. പക്ഷെ അതുകൊണ്ട് അവസാനിക്കുകയില്ല. ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യും, അതിനേക്കാൾ വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരം ഞാൻ എന്റെ കൈകളിൽ നേടും. എന്റെ യാഗത്തിലൂടെ, എന്റെ രക്തത്തിന്റെ വിലയോടെ, എന്റെ രക്തം കാൽവറിയിൽ ചൊരിയുന്നതിലൂടെ, ക്രൂശിൽ എന്റെ യാഗത്തിലൂടെ all authority in heaven and on earth I will gain. പുനരുത്ഥാനത്തിന്റെ ശക്തി ആർക്കും തടയുവാൻ കഴിയാത്ത, പാതാള ഗോപുരങ്ങൾക്ക് തടയുവാൻ കഴിയാത്ത ഒരു പൈശാചിക ശക്തിക്കും, പിശാച് നേരെ വന്നാലും അവനും നിങ്ങളെ തടയുവാൻ കഴിയാത്ത ആ ഒരു ഉയർപ്പിന്റെ ശക്തി, the power of resurrection ഞാൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോരുത്. നിങ്ങൾ ചുരുങ്ങി ചിന്തിക്കരുത്. നിങ്ങൾ ഭീരുക്കളെ പോലെ ഒളിക്കരുത്. നിങ്ങളെ കുറിച്ച് എന്റെ അപ്പന്, എന്റെ പിതാവിന് വലിയ പദ്ധതികളാണ് ഉള്ളത്. പ്രൈസ് ഗോഡ്. 3-ാമത്തെ വാക്യം
12:3 ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തു. കർത്താവ് ഒരുക്കുകയാ. സ്തോത്രം. നമുക്കെല്ലാം ഭൂമിയിൽ ദൈവം അനുവദിച്ച ഒരു സമയമുണ്ട്. 70, 80, 100, 120 അത് കഴിഞ്ഞെല്ലാം നമ്മളിവിടം വിട്ട് കർത്തൃസന്നിധിയിലേക്ക് പോകേണ്ടവരാണ്. വീണ്ടും ഭൂമിയിൽ ഒരു വാഴ്ചയ്ക്ക് വേണ്ടി കർത്താവിനോട് കൂടെ നമ്മൾ വീണ്ടും ഭൂമിയിൽ വന്ന് 1000 വർഷം വാഴുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ യാത്ര കർത്താവ് വന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചുരുക്കം വർഷങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ, പുനർപ്രതിഷ്ഠിക്കുവാൻ. കർത്താവെ, ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, മാനസാന്തരപ്പെട്ട് നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഒരു ദിവസം ഈ ഭൂമി വിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നമ്മുടെ ഫലം കണക്കിടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും. കർത്താവിന് വേണ്ടി നാം എന്ത് ഫലം കായ്ച്ചു. അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിലെ മക്കളെ, നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകരുത്. നിങ്ങൾക്ക് കിട്ടുന്ന കിരീടത്തിന്റെ ശോഭ അത് കുറഞ്ഞു പോകരുത്. അനേക കോടി ദൈവമക്കളോട് നിൽക്കുമ്പോൾ നിങ്ങൾ കർത്താവിന് വേണ്ടി പൂർണ്ണമായി ജീവിച്ചത് കൊണ്ട് കർത്താവ് നിങ്ങളെ വാരി കോരി സമ്മാനിക്കുന്ന അങ്ങനെ ഒരു ജീവിതത്തിന് ഉടമകളാകണമെന്ന് നിങ്ങളുടെ പാസ്റ്ററിന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ 2025 ജീവിക്കുന്നെങ്കിൽ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്, അല്ലെങ്കിൽ അങ്ങ് മരിക്കുന്നതല്ലേ നല്ലത്. പ്രൈസ് ഗോഡ്. അപ്പൊ കർത്താവ് പറയുക, ഞാൻ പോകുകയാ, എന്റെ പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ പോകുകയാ, പിന്നെ ഞാൻ മടങ്ങി വരും, ഞാൻ നിങ്ങളെയും എന്റെ കൂടെ കൊണ്ടുവരും. ഭൂമിയിൽ ഞാൻ നിങ്ങളെ ആക്കിയിട്ട് പോകുന്നതിൽ ഒരു പദ്ധതിയുണ്ട്. ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യും, അതിനേക്കാൾ വലിയ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 22 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാ പകരപ്പെട്ടു. വലിയൊരു ആത്മപകർച്ച നടക്കുവാൻ ഇടയായി തീർന്നു. 120 പേർ വീണ്ടും മാളിക മുറിയിൽ കൂടി വന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ പകരപ്പെട്ടു. 2025 വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ആഴമായ പകർച്ചകൾ നടക്കുന്ന ഒരു വർഷമാണ്. 2025 is an year of the great outpourings of the Holy Spirit. നമുക്ക് താങ്ങുവാൻ കഴിയാത്ത, ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ ഒന്ന് പൊസിഷൻ ചെയ്താൽ, അങ്ങനെ ഒന്ന് ഒരുങ്ങിയാൽ, നമുക്ക് താങ്ങുവാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന്റെ സ്പർശനങ്ങൾ, പകർച്ചകൾ, അനുഭവങ്ങൾ, എൻകൗണ്ടറുകൾ, അതുപോലുള്ള ഡിവൈൻ എക്സ്പീരിയൻസസ് നമ്മെ ഒന്ന് ഒരുക്കിയെടുക്കുവാനുള്ള മെസ്സേജാണ്, ദൂതാണെന്ന്. ഹല്ലേലൂയ. ദൈവം എന്നിൽ നിമിഷമാക്കിയിരിക്കുന്നത് എന്താണ് ഞാൻ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് നിങ്ങളെ ഒന്ന് ഉണർത്തുക. ആ വാഗ്ദത്തം, ആ വചനം നിങ്ങളൊന്ന് കാണുക. ഹല്ലേലൂയ. ആമേൻ. യെസ്, നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയുന്നത് പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുൻ അറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. അടുത്ത വാക്യം. യെസ്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. 36-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ. ഒരു വലിയ പരിശുദ്ധാത്മ പകർച്ചയുടെ മധ്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പറയുകയാണ്, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 22 തൊട്ട് 24 വരെ വാക്യം. Men of Israel, listen to this. Jesus of Nazareth was a man attested, approved of God among you by miracles and wonders and signs which God did by him in the midst of you, and you yourselves also know. Jesus Christ of Nazareth. നസ്രായനായ യേശുവിനെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം അറ്റസ്റ്റ് ചെയ്തു, ഒപ്പിട്ടു. കർത്താവ് പറയാ, ഞാൻ ചെയ്തത്, എന്റെ അപ്പൻ എന്നെ മുദ്രയിട്ടത്. ദൈവസഭയെ, ദൈവമക്കളെ, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതൊക്കെ സ്വീകരിക്കാം. May you say, Jesus, just like you attested Jesus of Nazareth, attest me, Father, attest me, approve me, accredit me, account me. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒരു മിഷനേ ഉള്ളൂ. കർത്താവിന് ഒരു ലക്ഷ്യമേ ഉള്ളായിരുന്നു, ഒരു മിഷനേ ഉള്ളായിരുന്നു. ഭൂമിയിൽ 3.5 വർഷക്കാലമാണ് കർത്താവിന് അപ്പൻ പിതാവ് അനുവദിച്ച ആ സമയം. And his mission was to make the Father known. പിതാവിനെ വെളിപ്പെടുത്തുക, സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരിക, സ്വർഗത്തിന്റെ ഹിതം ഭൂമിയിൽ എൻഫോഴ്സ് ചെയ്യുക. Jesus Christ of Nazareth, a man attested by miracles, signs and wonders. You crucified, but God raised him up, and he is the Christ and the Lord. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ദൈവം യേശുവിനെ കർത്താവും മെശിഹയുമാക്കി ദൈവം സ്ഥാപിച്ചു. യേശു പറയുക, എന്നെ ഉറപ്പിച്ച
എന്നെ മുദ്ര വെച്ച, എന്നെ അറ്റസ്റ്റ് ചെയ്ത, എന്നെ അപ്രൂവ് ചെയ്ത അതേ ദൈവം, അതേ പിതാവ്, അതേ ദൈവ പ്രവർത്തികൾ നിങ്ങളെ ഒരു സീലിംഗ് നടക്കുകയാണ്. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്ന കർത്താവേ, 2025 ഞാൻ നിന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ നിന്റെ ആലോചനകൾ കേൾക്കുന്നു, എന്റെ ജീവിതത്തെ കുറിച്ച് അങ്ങയുടെ പദ്ധതികൾ ഞാൻ കേൾക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വരികയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്നവന്റെ ആ നിഴല്, the shadow of the Almighty, the presence of the Almighty. ഇന്ന് മഹാ അത്ഭുതത്തിന്റെ ഒരു ദിവസമാണ്. ഈ വചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ വചനം മാത്രമല്ല, ഈ വചനത്തെ ബാക്ക് ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു കൈ, ഒരു അടയാളം, ഒരു പ്രവൃത്തി, ഇത് ദൈവത്തിൽ നിന്നാണ് ഈ വചനം വന്നിരിക്കുന്നത് എന്ന് സ്ഥാപിക്കുവാൻ. The hand of God, the sign of God, the attestation of God. നിങ്ങൾ ക്രൂശിച്ചു, പക്ഷെ ദൈവം ഉയർപ്പിച്ചു. ഈ ദൈവവചനം കേട്ട് നിങ്ങളൊന്ന് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ നോക്കുമ്പോൾ നിങ്ങളെ ക്രൂശിക്കുന്ന, നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളും വ്യാപാരങ്ങളും എഴുന്നേൽക്കും. അപ്പൊ നമ്മുടെ നാഥനായ യേശു നിന്നതുപോലെ, പ്രവർത്തിച്ചതുപോലെ ക്രൂശിച്ച യേശുവിനെ പിതാവ് ഉയർപ്പിച്ചു. ഹല്ലേലൂയ. പിതാവ് യേശുവിനെ കർത്താവ്, മെശിഹയായി കർത്താവ് ഉറപ്പിച്ചു, സ്ഥാപിച്ചു. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ദൈവവചനത്തെ ഒന്ന് ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ മേൽ ഒരു ദൈവിക മുദ്ര വീഴുക. 2025 ആദ്യത്തെ മീറ്റിംഗിൽ there is a divine seal that's coming upon you to attest you. ആ വില കൊടുക്കുവാൻ, ആ വഴികളിലൂടെ നിങ്ങൾ നടക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ that seal will come and your life will be marked by the miracle working power of God, even greater works of God. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 1-3 വാക്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പണ്ട് കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരോട് ദൈവം പ്രവാചകന്മാരിലൂടെ ഇടപെട്ടു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യം കേൾക്കുമ്പോൾ ഇതൊരു പ്രവാചകന്റെ ശബ്ദമല്ല, ഇത് ഏലിയാവിന്റെ ശബ്ദമല്ല, യെരമ്യാവിന്റെ ശബ്ദമല്ല, യോഹന്നാൻ സ്നാപകന്റെ ശബ്ദമല്ല. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും നമുക്കും ഇത് പുത്രന്റെ ശബ്ദമാണ്. എബ്രായർക്ക് എഴുതിയിരിക്കണം 1-ാം അധ്യായം 1-3 വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. യെസ്. ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാരായിരുന്നു ദൈവത്തിന്റെ അരുളപ്പാടുകൾ കൊണ്ടുവരുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. ദൈവം നിഴലായതിനെ തന്റെ പുത്രനായ യേശുവിലൂടെ അത് പുഴലായി തന്റെ പുത്രനോട് സംസാരിച്ചിരിക്കുന്നു. പുത്രന്റെ വചനങ്ങൾ, വാക്കുകൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ അപ്പോസ്തലന്മാരിലൂടെ, തന്റെ വിശുദ്ധ അഭിഷക്തന്മാരിലൂടെ ഈ ദൈവവചനം എഴുതി പുത്രന്റെ വാക്കുകൾ, the words of Christ, the unchallenged words of Christ, the infallible words of Christ, the all-conquering words of Christ, സകലത്തെയും കീഴടക്കുവാൻ കഴിയുന്ന പുത്രന്റെ വചനം, വാക്കുകൾ. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും. ഹല്ലേലൂയ. എന്റെ വാക്കുകളോ ഒരു നാളും മാറുക. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നത് ചെയ്യും, അതിനേക്കാൾ വലിയ പ്രവർത്തികൾ ഞാൻ ചെയ്യും, നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. യെസ്. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. 6 കാര്യങ്ങളാണ് പുത്രനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ചല്ല, ദൂതന്മാരെ കുറിച്ചല്ല, തന്റെ പുത്രനായ യേശു ക്രിസ്തു, ക്രൈസ്റ്റ് ഈസ് ഓൾ ഇൻ ഓൾ. നമ്മുടെ കണ്ണ് ഒരു പ്രവാചകനിലല്ല, ഒരു പുരോഹിതനല്ല. നമ്മുടെ കണ്ണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്ന പോലെ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ തന്നെ നോക്കിക്കൊള്ളുക. Beholding Jesus, fixing our eyes on Jesus, the author and finisher of faith. നമുക്ക് ഏത് പ്രതിസന്ധികളെയും, ഏത് മലകളെയും, ഏത് മല്ലന്മാരെയും, ഏത് ആവിചാര ശക്തിയെയും, ഏത് പൈശാചിക നുഖത്തെയും, ഏത് രോഗബന്ധനത്തെയും, ഏത് കഠിനമായ സാഹചര്യത്തെയും, ഏത് വൻകോട്ടകളെ തകർക്കുവാൻ റെവല്യൂഷൻ, ഈവൻ ഗ്രേറ്റർ വർക്ക്സിന്റെ സീസണിൽ നാം കാത്തിരിക്കുകയല്ല, മുട്ടുമടക്കിയിരിക്കുകയല്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ, for this purpose the Son of God was manifested to destroy, dismantle, loosen, untie the works of the devil. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ, ഇല്ലായ്മയാക്കുവാൻ, അതിനെ പരസ്യകാഴ്ചയാക്കുവാൻ പുത്രൻ വെളിപ്പെട്ടു. പിതാവിന്റെ ഹിതത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ പുത്രൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പുത്രന്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. ഹല്ലേലൂയ. ആ ദർശനം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവസഭയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, എന്തിനാണ് കാൽവറിയിൽ കർത്താവ് വില കൊടുത്തത്? എന്തിനാണ് തന്റെ രക്തം കർത്താവ് ചൊരിഞ്ഞത്? എന്തിനാണ് മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിപ്പിക്കുവാനാക്കിയത്? എന്തിന് പരിശുദ്ധാത്മാവിന്റെ പകർച്ച, അഭിഷേകം ദൈവം നമുക്ക് തന്നിരിക്കുന്നു? ഭൂമിയിൽ ദൈവരാജ്യത്തെ കൊണ്ടുവരുവാൻ, ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം സ്ഥാപിക്കുവാൻ, ഭൂമിയിൽ സ്വർഗത്തിന്റെ ഇഷ്ടത്തെ എൻഫോഴ്സ് ചെയ്യുവാൻ. എവിടെങ്കിലും പൈശാചിക ദുഃഖങ്ങൾ വാഴുന്ന കാണുമ്പോൾ, പിശാച് തലമുക്കി നടക്കുന്ന കാണുമ്പോൾ,
അത് അടിമത്വമായിക്കോട്ടെ, പാപത്തിനുള്ള അടിമത്വമായിക്കോട്ടെ, ആസക്തികളായിക്കോട്ടെ, പൈശാചിക ബന്ധനങ്ങളായിക്കോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 4:18-19 യേശു പറയുകയാണ്, യഹോവയുടെ ആത്മാവ് എന്റെ മേൽ. What are the works of Christ? യേശുവിന്റെ പ്രവൃത്തികൾ എന്താ? The Spirit of the Lord is upon me because He has anointed me. ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യും, അതിനേക്കാൾ വലുത് നിങ്ങൾ ചെയ്യും. ദൈവസഭ, ദൈവം മഹത്വയിരിക്കുക. ആ ഗ്ലോറിയസ് ചർച്ച് നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് അത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. A greater works dimension of God, a greater authority dimension of God. Amen. Hallelujah. Amen. ദൈവത്തിന്റെ ഭരണത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യപ്പെടുകയാണ്. But God is looking in 2025. Are there some radical, violent, faith people? Amen. ബലാത്കാരമായ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ ഭരണത്തെ, സ്വർഗത്തെ, ദൈവത്തിന്റെ ഹിതത്തെ, സ്വർഗത്തിന്റെ മാൻഡേറ്റിനെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ. Is there a radical, violent man, woman of God? Hallelujah. A child of God? അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നീ വീണ്ടും പ്രാർത്ഥിച്ചും ഭയപ്പെട്ടും പേടിച്ചും കരഞ്ഞും അതെല്ലാം അതിന്റെ പ്രസക്തികളുണ്ടെങ്കിൽ സീസണുകളെ ദൈവം മാറ്റുകയാണ്. സൈക്കിളിൽ ഓടിക്കുന്ന ഒരു കാലമുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ എന്താ ബൈക്കിൽ പോകുന്ന ഒരു കാലമുണ്ട്, പിന്നെ കാറിൽ പോകുന്ന ഒരു കാലമുണ്ട്, വേഗത. പക്ഷെ ദൈവസഭയ്ക്ക് ദൈവ ചിറകുകൾ വെച്ച് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ചൂട് പകർന്ന് ഈവൻ ഗ്രേറ്റർ ഡിമെൻഷന്റെ ആ അഭിഷേകവും സാന്നിധ്യവും പകർന്ന് ആ റോക്കറ്റ് പോകുന്ന പോലെ ഒരു ദർശനം നിങ്ങളുടെ ഉള്ളിലേക്ക്. This is the time, this is the era, this is the decade, this is a century when God wants to take His church globally like a rocket. It's just a countdown. 9, 8, 7, 6, 5, 4, 3, 2, 1. Wow! In a rocket speed. ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യും, അതിൽ വലിയ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യും. ആ വില യേശു കാൽവരിയിൽ കൊടുത്തു. The price is already paid. 2025 അതിൽ നടക്കുവാൻ, അതിൽ നമ്മെ സജ്ജരാക്കുവാൻ, അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ. അപ്പോൾ ഒരു ദേവദാസൻ വന്ന് നിന്റെ തലയെ കൈവച്ച് നീ കൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ആവശ്യം ഇല്ല. സഭയിൽ 2 വർഷമായെങ്കിൽ 1 വർഷമായാൽ മതി, എങ്കിൽ 2 വർഷം, 1 വർഷത്തിന്റെ ഗ്രേസ് 2 വർഷമായെങ്കിൽ എഴുന്നേറ്റ് നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കുവാൻ, നീ ആത്മാക്കളെ നേടുവാൻ, പിശാചിന്റെ പദ്ധതികളെ നീ അഴിക്കുവാൻ, നീ സുവിശേഷം പറഞ്ഞ പിശാചിന്റെ കോട്ടകളിൽ നിന്ന്, ആ കെട്ടുകളിൽ നിന്ന് ചിലരെ ഒന്ന് ആ സ്വർഗീയ ബാങ്ക് അക്കൗണ്ടിൽ നിന്റെ നിക്ഷേപം ഒന്ന് വർദ്ധിക്കുവാൻ. പാസ്റ്റർ ആത്മാക്കളെ നേടിയാൽ ഹെവൻലി അക്കൗണ്ടിലേക്ക് പാസ്റ്ററിന് ക്രെഡിറ്റ് ആകും. നിങ്ങൾ ആത്മാക്കളെ നേടിയാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ചാൽ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, ഹല്ലേലൂയ, ഒരു ബലാൽക്കാരിയുടെ ഹൃദയം നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പകരുകയാണ്. ഒരു ഈവൻ ഗ്രേറ്റർ വർക്ക്സിലേക്ക് നടക്കുവാൻ അത് അനുഭവമാകണമെങ്കിൽ ആ നിലവാരത്തിലേക്ക് നമ്മളൊന്ന് പറന്ന് ഉയരണം. ആമേൻ. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിലെ 1-3 വരെ പുത്രനിലൂടെ ദൈവം സംസാരിച്ചിരിക്കുന്നു. യെസ്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. 6 കൂട്ടം കാര്യങ്ങളാണ് യേശുവിനെ കുറിച്ച്. ഹല്ലേലൂയ. യെസ്, വായിക്കാം. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. യേശുവിനെ പിതാവാം ദൈവം സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ യേശു മുഖാന്തരം, ഇല്ലേ? പ്രവാചകന്മാർ മുഖാന്തരമാണോ? ദൂതന്മാർ മുഖാന്തരമാണോ? അല്ല, യേശു മുഖാന്തരം. യേശുവിന്റെ വചനത്തിന് എന്ത് പവറാണെന്ന് അറിയാമോ? ആ വചനം എന്റെ ഈ ഉള്ളിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് പോയാൽ എന്ത് ചലനം സൃഷ്ടിക്കുന്ന അറിയാമോ? എന്ത് ഉണർവാണെന്ന് അറിയാമോ? അത് 10 പ്രാവശ്യം നിന്റെ നാവിലൂടെ നീ ഒന്ന് പറഞ്ഞാൽ നീ ഒരു ഫയർ ആകും. നിന്റെ ഡിപ്രഷൻ പമ്പ അടക്കും. ഹല്ലേലൂയ. നിന്റെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകളിലേക്ക് ദൈവത്തിന്റെ മഴ വീഴും. അത് മഞ്ഞായി വ്യാപരിക്കും. അത്ര പവറായി യേശുവിന്റെ വചനത്തിന്. ഒരു പിശാചിനും ആ ആയുധത്തിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയുകയില്ല. യെസ്, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും, സകലത്തെയും, ഈ ഭൂമിയെയും ബ്രഹ്മാണ്ടത്തെയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അവരെക്കാൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ശ്രേഷ്ഠമായ വചനമാണ്. This is a power word. എന്ന് പറയാം, a power word.
ശ്രേഷ്ഠമായ ശക്തിയേറിയ വചനമാണ്. ഈ വചനം ഹൃദയത്തിൽ ഒന്ന് വിശ്വസിച്ച് നിന്റെ വായിലൂടെ നീ ഒന്ന് പ്രസ്താവിച്ചാൽ അത് ഏത് മലയും കട്ടയും, ഏത് പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും അത് മുറിച്ചു മാറ്റും, ഏത് മല്ലനെയും അടിച്ച് താഴെ വീഴ്ത്തും, ഏത് കോട്ടകളെ തകർക്കാനുള്ള ദൈവത്തിന്റെ പവറാ എന്റെ കയ്യിൽ. ദൈവത്തിന്റെ പവറായിരിക്കുന്ന ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു വചനമില്ല. അപ്പോൾ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്ന യേശുക്രിസ്തു നമ്മുടെ കണ്ണുകൾ ഒരു അപ്പോസ്തലൻ, ഒരു പ്രവാചകനിൽ, ഭൂമിയിലുള്ള മനുഷ്യരിൽ അല്ല, ക്രിസ്തുവിൽ. നമ്മുടെ സാഹചര്യങ്ങളല്ല. Fixing our eyes on Jesus, the author and the perfecter of our faith. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 12-ാം വാക്യം, അത് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ മറയാതിരിക്കുവാൻ ഒരു ദർശനമായി. These are vision cards. ഈ ചർച്ചിലേക്ക്, ഹാളിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ കണ്ണ് ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിന്മേൽ, ദൂതന്മേൽ വീഴണം. അത് നിങ്ങളുടെ ഹൃദയത്തിന് ഉള്ളിലേക്ക്, ഇതാണ് എന്റെ ഡെസ്റ്റിനി, 2025 തൊട്ടങ്ങോട്ട് ഇതാണ് എന്റെ വിളി. ഇതിനു വേണ്ടിയാണ് ദൈവം എന്നെ ഈ ദൈവസഭയുടെ ഭാഗമാക്കിയത്. ഈ വചനം എന്നെ കേൾപ്പിക്കുന്നത്, ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ, അഭിഷേകം, ആ സാന്നിധ്യം എന്റെ ഉള്ളിലേക്ക് പകരുവാൻ. കാരണം God has a plan for my life. ആമേൻ, ആമേൻ, ആമേൻ. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന്, നമ്മൾ ഒഴുകി മാറിപ്പോകാതെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന്, ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന്, വചനത്തിൽ നിന്ന് നാം വഴുതി പോകാതിരിക്കുവാൻ, ഒഴുകി പോകാതിരിക്കുവാൻ, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ. പഴയ നിയമത്തിൽ മോശയുടെ കൽപ്പന ലംഘിച്ചാൽ ശിക്ഷയുണ്ട്. സീനായി പർവ്വതത്തിലാണ് ദൈവം മോശയ്ക്ക് കൽപ്പനകൾ കൊടുത്തത്. ഭയങ്കര മുഴക്കത്തോടും തീയോടും ഭയാനകമായി ജനം പേടിച്ച് അങ്ങനെയാണ് അത് കൈമാറിയത്. അതുകൊണ്ട് തന്നെ എന്താ അവിടെ ഒരു വീണ്ടും ഒരു താക്കീത്, ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. പഴയ നിയമത്തിൽ കൽപ്പലകകളിൽ എഴുതിയിരിക്കുന്ന ആ പ്രമാണത്തിന് ഇത്ര ഭയാനകമായ ശിക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ആ ശിക്ഷ കുറയുകയല്ല, അതിനേക്കാൾ ഭയങ്കരമാണ്. ഈ കൃപയുടെ വാതിൽ അല്പം കഴിയുമ്പോൾ അടയും. കർത്താവ് രണ്ടാമത് വരും. നമ്മളെല്ലാം ദൈവസന്നിധിയിൽ വിലയിരുത്തുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിഞ്ഞത് എന്ന് ശോധനയപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇവിടെ നമുക്ക് മനുഷ്യരെ കളിപ്പിച്ച് നടക്കാം, പാസ്റ്റർമാരെ കളിപ്പിച്ച് നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിച്ച് നടക്കാം. പക്ഷെ ദൈവത്തിന്റെ അഗ്നിമയമായ കണ്ണുകൾക്ക് മുമ്പിൽ സകലതും നഗ്നമായിരിക്കുന്നതിന്റെ മുമ്പിൽ നാം പൊന്നുകൊണ്ടാണോ, വെള്ളി കൊണ്ടാണോ, വൈക്കോല് കൊണ്ടാണോ നമ്മുടെ ജീവിതം പണിഞ്ഞത് എന്ന് തീയിലൂടെ ശോധന ചെയ്യുന്ന ഒരു ദിവസം വരും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ചിന്തകൾ എത്ര പേര് ആഗ്രഹിക്കുന്നു കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, അത് ലജ്ജയ്ക്കും അത് നിരാശയ്ക്കും ഒന്നും കാരണമായി തീരാതെ മാനിക്കപ്പെടുന്ന ഒരു ദിവസമായി തീരണമെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കരുതലോടെ നമ്മുടെ ജീവിതങ്ങൾ ജീവിക്കാം. തുടർന്ന് വായിക്കാം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇത്ര വലിയ രക്ഷ കർത്താവായ യേശുവിലൂടെ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിലേക്ക് വന്ന പുതിയ സൃഷ്ടികളായ നമ്മൾ പഴയ നിയമ വിശുദ്ധരേക്കാൾ നമ്മൾ വന്നു നിൽക്കുന്നത് ഇത്ര വലിയ രക്ഷ. സോ ഗ്രേറ്റ് എ സാൽവേഷൻ. ഈ രക്ഷ ചെറിയൊരു രക്ഷയല്ല. ഇത്ര വലിയ രക്ഷയെ നാം അഗണ്യമാക്കി കളഞ്ഞാൽ, അതിനെ തുച്ഛീകരിച്ചാൽ, അതിനെ വിട്ടുകളഞ്ഞാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ നിയമത്തെ, ഇത്ര വലിയ രക്ഷയെ കർത്താവ് ഉറപ്പിച്ചാക്കിയിരിക്കുന്നത്? ഹല്ലേലൂയ. യേശു പറഞ്ഞു തുടങ്ങി, കർത്താവിന്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ അത് പറഞ്ഞു. അത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്തമായ കൃപാവരങ്ങളാലും ദൈവം അതിനെ ഉറപ്പിച്ചു. ഈവൻ ഗ്രേറ്റർ വർക്ക്സിന്റെ ഈ ഇറയിൽ ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യും, അതിനേക്കാൾ വലുത് നിങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത്ര വലിയ രക്ഷയെ മുദ്രയിടുന്ന ഒരു ബാക്കിംഗ് ദൈവത്തിന്റെ പ്രവൃത്തികൾ, സയൻസ് ആൻഡ് വണ്ടേഴ്സ് and miracles and the various diverse gifts of the Holy Spirit. Amen. The works of God. ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യും. എന്താണ് യേശു ചെയ്ത പ്രവൃത്തികൾ? What are the works of Jesus? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ കർത്താവിന്റെ വാക്കുകളിൽ കർത്താവ് ഭയങ്കര എമർജൻസിയിൽ, സ്പീഡിൽ, ഡിവൈൻ എമർജൻസി, ഡിവൈൻ urgency,
2025 ഞാൻ കേൾക്കുന്ന ശബ്ദം, it's a divine urgency and emergency for the nation of India. നീ 4 മാസം കാത്തിരിക്കാനുള്ള സമയങ്ങളില്ല, നീ മണിയറയിൽ ഇരിക്കാനുള്ള സമയങ്ങളില്ല. Jesus was a man on the move. യേശുവിന്റെ 3.5 വർഷക്കാലത്തെ ജീവിതം നോക്കിയാൽ he was a man on the move. The church must be men and women on the move. പുരുഷാരങ്ങളാണ് യേശു തിക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ യേശു പുരുഷാരങ്ങളെ തൃപ്തിപ്പെടുത്തി. പുരുഷാരങ്ങൾക്ക് വേണ്ടി കർത്താവ് ശുശ്രൂഷിച്ചു. പക്ഷെ 99 വിട്ട് ഒരു വ്യക്തിയുടെ പുറകെ നഷ്ടപ്പെട്ട ഒരു സഖായിക്ക് വേണ്ടി, ഒരു സമരിയക്കാരി സ്ത്രീക്ക് വേണ്ടി, go for the one. ഒരു പ്രവചന ദൂത് നിങ്ങളിലേക്ക് വരിക. 2025 പുരുഷാരങ്ങളിലേക്ക് ശുശ്രൂഷകൾ പോകേണ്ടപ്പോൾ തന്നെ go for that one lost person. Go for that one. ആ ഒരു വ്യക്തിക്ക് വേണ്ടി യേശു ഒരു സഖായിക്ക് വേണ്ടി നിന്നു. Stop for that one person. Reach the unreached. Touch the untouched. Even greater works. ഇന്നും ആ ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുക. Who will go? Who will go? Who will go? Who will go? Jesus was a man on the move. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം, അതിലേക്ക് നമുക്ക് വരാം. അവൻ കടന്നു പോകുമ്പോൾ പുറവിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? യേശു ശിഷ്യന്മാർ പോകുകയാ. ഇന്ന് ആ ശിഷ്യന്മാരുടെ കൂടെ നമ്മൾ ഉണ്ടെന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാം. ശിഷ്യന്മാർ ചോദിക്കുക, ഈ മനുഷ്യൻ ജന്മന അന്ധനായി തീരുവാൻ ഇവൻ പാപം ചെയ്താണോ, ഇവന്റെ അപ്പനമ്മമാര് പാപം ചെയ്താണോ? അപ്പോൾ യേശുവിന്റെ ഉത്തരം എന്താണ്? അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനത്രേ. ദൈവപ്രവൃത്തികൾ. ഈ കുരുടനായിരിക്കുന്ന പിശാച് കണ്ണുകളെ അടച്ച് രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ കണ്ണുകളെ തുറക്കുവാൻ ഒരു അവസരമാണ്. എവറി ഡെവിലിഷ് പ്രോബ്ലം, അതേത് നിലവാരത്തിലായിക്കോട്ടെ, അവിശ്വാസിയായിരിക്കുന്ന വ്യക്തി, അവിശ്വാസികളുടെ കണ്ണുകളെ പിശാച് കുരുടാക്കി സത്യസുവിശേഷം വിളങ്ങാതിരിക്കുവാൻ, വെളിപ്പെടാതിരിക്കുവാൻ, രോഗാത്മാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു, ദുരാത്മാക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നു, മാനസിക വ്യതകളാൽ. എവറി പ്രോബ്ലം ദാറ്റ് യു എൻകൗണ്ടർ, നിങ്ങൾ നേരിടുന്ന എല്ലാ വിഷയങ്ങളും സ്വർഗത്തെ വെളിപ്പെടുത്തുവാൻ, പിതാവിന്റെ ഹിതത്തെ വെളിപ്പെടുത്തുവാൻ, ദൈവഹിതത്തെ, ദൈവ പ്രവർത്തികളെ, the works of God. ഹല്ലേലൂയ. ഇവൻ പാപം ചെയ്താണോ, അവൻ പാപം ചെയ്താണോ? കാരണങ്ങൾ ഒത്തിരി കാണും. കർത്താവ് പറയുക, അതെല്ലാം അവിടെ നിൽക്കേ. കർത്താവിന്റെ ഹൃദയം എന്താണ്? അതിന് യേശു, അവനെങ്കിലും അവൻ അപ്പൻ അമ്മമാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ദൈവപ്രവൃത്തികൾ അവനിൽ വെളിവാകേണ്ടതിന് അത്രേ. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുക. പിശാച് നശിപ്പിക്കുകയും മുടിക്കുകയും കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ജനത്തെ അന്ധകാരത്തിലാക്കിയിരിക്കുന്ന ഒരു ദൈവിക വൈരാഗ്യം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ 2025 സമയം അധികമില്ല. ഭാരതത്തിന്റെ അനേക വാതിലുകൾ അടയുമ്പോൾ this is the era of the even greater works. ഒരു ദൈവഭയം ദേശത്ത് വരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം, അധികാരം, അഭിഷേകം, ദൈവ പ്രവർത്തികളുടെ വലിയൊരു പ്രവാഹം. Hallelujah. That the fear of God. ഒരു അഭിഷേകത്തിന്റെ നേരെ കൈ ചൂണ്ടുവാൻ, സംസാരിക്കുവാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം. Men who walk in high authority of God. Hallelujah. അടുത്ത വാക്യം വായിക്കാം നമുക്ക്. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകും. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. 4-ാമത്തെ വാക്യം, I will work the works of him that sent me while this day the night cometh when no man can work. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ഒരു വലിയ എമർജൻസിയാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ പ്രവൃത്തികളെ ഭാരതദേശത്തിൽ രാജ്യങ്ങളിൽ ചെയ്തെടുക്കുവാൻ, ദൈവരാജ്യത്തിന്റെ സുവിശേഷ ലോകത്തിന്റെ അറ്റത്തോളം കൊണ്ടെത്തിക്കുവാനുള്ള ഒരു ഇറയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഹല്ലേലൂയ. I must work the works of him. അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി. ഞാൻ ഉള്ളിടത്തോളം ഞാൻ ലോകത്തിന്റെ വെളിച്ചം. നാം ഉള്ളിടത്തോളം നാം ലോകത്തിന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, പ്രവർത്തിക്കേണ്ട കാലമാണ്, ഓടേണ്ട കാലമാണ്, കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട കാലമാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളുടെ സീസണാണ്. ഈവൻ ഗ്രേറ്റർ വർക്ക്സ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഇതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തികൾ. ഈവൻ ഗ്രേറ്റർ ഔട്ട്പോറിംഗ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. 2025 ഈവൻ ഗ്രേറ്റർ വർക്ക്സ് എന്ന് പറയുമ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്? എന്താണ് ദൈവം നമ്മളിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുന്നത്, ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? ഹിസ്റ്ററി മേക്കിംഗ് വർക്ക്സ്.
ചരിത്രം കുറിക്കുന്ന ദൈവപ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. Even greater outpourings of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ നാം കണ്ടു, ഉണർവുകൾ കണ്ടു. Hallelujah. A multiplication of God's work. Even greater works. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു, പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളിലൂടെ എന്റെ പ്രവൃത്തികളെ ഞാൻ അങ്ങ് ഗുണീകരിക്കും. I will explode my work. ഒരു ഗോതമ്പുമണി നിലത്ത് വീണ് ചാകുകയാണ്, പക്ഷേ എന്റെ യാഗം will open the even greater dimensions of God, multiplication. So even greater outpourings of the Holy Spirit, even greater acts and deeper workings of the Holy Spirit, even greater display and demonstrations of God's power, even greater encounters, even greater miracles, even greater signs and wonders, even greater dimensions of God, even greater harvest, even greater breakthroughs, even greater impact and advancement. Even greater. Yes, even greater outpouring of the Holy Spirit. ദൈവത്തിന്റെ ആത്മപകർച്ചയുടെ ആഴങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിക്കാത്ത ആഴമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളുടെ ഒരു കാലഘട്ടം, ദൈവത്തിന്റെ എൻകൗണ്ടറുകളുടെ കാലഘട്ടം. ഈവൻ ഗ്രേറ്റർ എൻകൗണ്ടേഴ്സ്, ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനശാലകളായി ഡിസ്പ്ലേ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗോഡ്സ് പവർ. ദൈവ പ്രവൃത്തികളുടെ, ദൈവശക്തിയുടെ പ്രകടനങ്ങൾ, ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഗ്രേറ്റർ ഡിമെൻഷൻ. വാവ്, നമ്മൾ ഇതുവരെ ടച്ച് ചെയ്യാത്ത, ഇതുവരെ കാണാത്ത പരിശുദ്ധാത്മാവിന്റെ തലങ്ങൾ, the dimensions of God. Even greater harvest. 5ഉം 10ഉം 100ഉം ഒക്കെ കായി കണ്ടത് അത് 10,000ങ്ങളിലേക്ക്. Even greater harvest, even greater breakthroughs, even greater impact and advancement. ഇന്ന് പകൽക്കാലം എത്ര പേര് ദൈവശബ്ദം കേട്ടു? 2025 കുറിച്ച് ഒരു ദൈവിക ദർശനം ദൈവം നമുക്ക് പകരുകയാണ്. നമ്മെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച് ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ ദൂതുകൾ ദൈവം വിളംബരം ചെയ്യുകയാണ്. This is a clarion call once again, a heralding of what God wants to do. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ഒരു വിളംബരമാണ്. ഞാൻ നിങ്ങളെ ഒന്ന് കർത്താവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. In the name of the Father, Son and the Holy Spirit, I declare and decree the prophetic blessings that are associated with this divine prophetic word that you have released into our life. ഇന്ന് ഈ പ്രവചന ശബ്ദം കേട്ടിരിക്കുന്ന, അതിനോട് ചെവി കൊടുത്ത, ഹൃദയം തുറന്ന് ഒരു ആമീൻ പറഞ്ഞ എല്ലാ വ്യക്തി ജീവിതങ്ങളോട്, ഇന്ന് ദൈവസഭയിൽ ഇവിടെ ആയിരിക്കുന്നതും ഓൺലൈനിലൂടെ കാണാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളുടെ ഒരു ദൈവിക ജീവനും വ്യാപാരവും അഭിഷേകം I declare and decree in the name of Jesus Christ an even greater dimension and the workings of God. നിങ്ങൾക്കൊന്നും അസാധ്യമാകാത്ത ഒരു പ്രതലം. That nothing will be impossible to you. I bless you in Jesus' name. യേശുവിൻ നാമത്തിൽ.